നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഹാൻഡ് മെയ്ഡായിട്ട് ഒരു ജേണൽ ബുക്ക് ഉണ്ടാക്കി അതിൽ ജേണലിംഗ് ചെയ്യണമെന്ന്. പക്ഷെ നമ്മുടെ ചാനൽ തുടങ്ങി ഇതാ 2 മാസമായി. ഇപ്പോഴാണ് അതിനൊരു ടൈം കിട്ടിയത്. അപ്പോൾ ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു A4 ഷീറ്റ് എടുത്ത് അത് രണ്ടാക്കി മടക്കി അതിൻ്റെ സെൻറ്റർ പാർട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അത് വീഡിയോ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാനൊരു 35 പേപ്പേഴ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പേപ്പേഴ്സാണ് വേണ്ടി അതിനനുസരിച്ച് എടുത്താൽ മതി. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് അടുക്കി അതിൻ്റെ 3 സൈഡിലും ഇതുപോലൊന്ന് ക്ലിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ക്ലിപ്പ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതെ അവിടെ സെക്യൂർ ആയിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് അതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് ഗ്ലൂ തേച്ച് കൊടുക്കണം. ഏത് ഗ്ലൂ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ ആണെങ്കിൽ അത് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഫെവിക്കോളൊക്കെ ആണെങ്കിൽ മിനിമം ഒരു 1 അവറെങ്കിലും അതൊന്ന് ട്രൈ ചെയ്യാൻ വെക്കുക. ഇനി നമ്മൾ ആ ഗ്ലൂ തേച്ച പാർട്ടിലേക്ക് ഇതുപോലെ വേറൊരു പേപ്പർ പീസ് എടുത്ത് ജസ്റ്റ് അതിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതൊരു സ്മൂത്ത് ഏരിയ ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ആ പേപ്പേഴ്സ് എല്ലാം കൂടെ ഒന്ന് സെക്യൂർ ആയിട്ട് അതിനുള്ളിൽ നിന്നോളും. ഇനി അതൊന്ന് ട്രൈ ചെയ്യാൻ വെക്കുന്ന ടൈം കൊണ്ട് നമുക്ക് അതിൻ്റെ ചട്ട ശരിയാക്കാം. അതിന് വേണ്ടി ഇതുപോലെ ഒരു കാർഡ്ബോർഡ് എടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്യുക. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന പേപ്പറിനേക്കാൾ ഒരു ഇത്തിരി വലിപ്പം കൂടുതൽ വേണം. ഇനി അതിൻ്റെ നടുവിലേക്ക് വേറൊരു എക്സ്ട്രാ പേപ്പറും കൂടെ വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ക്ലോത്തിൻ്റെ മെറ്റീരിയലാട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വേണോ യൂസ് ചെയ്യാം, പേപ്പറോ ചാർട്ട് പേപ്പറോ അങ്ങനെ എന്ത് വേണോ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നോർമലി ബുക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്തെടുക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ പേപ്പറിൻ്റെ ഒരു പീസും കൂടെ നമ്മൾ അതിൻ്റെ സെൻറ്റർ പാർട്ടിലേക്കൊന്ന് വെച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞാൻ 2 പേപ്പേഴ്സും ആദ്യം അവസാനം വരുന്നു അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ട് പേജ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പേപ്പറിൽ കുറച്ച് ഗ്രിഡ് ലൈൻസ് വരച്ചു. എന്നിട്ട് അതിൻ്റെ 4 സൈഡും ഇതുപോലെ ഒന്ന് പിച്ച് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ നേരത്തെ കുറച്ച് ജേർണൽ സപ്ലൈസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ പീസൊക്കെ എടുത്ത് ഞാൻ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒരു ബ്രൗൺ പേപ്പർ എടുത്ത് നമുക്കൊരു ബൊക്കെ ടൈപ്പിലാവുന്ന ഒട്ടിച്ചു കൊടുക്കണം. ഈ പേപ്പർ നമുക്ക് ബേക്കറി ഐറ്റംസ് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കേട്ടോ. ഇനി ഞാൻ വേറൊരു വൈറ്റ് പേപ്പറിൽ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സിൻ്റെയും ലീവ്സിൻ്റെയൊക്കെ ഒന്ന് വരച്ചു കൊടുത്ത് ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ ഒരു ബൊക്കെ ഷേപ്പിലാവുന്ന ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒറിജിനൽ ഫ്ലവേഴ്സൊക്കെ ബുക്കിന് നടുവിൽ വെച്ച് നമ്മളൊന്ന് ട്രൈ ചെയ്തെടുക്കൂലേ, അത് വേണമെങ്കിലും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊരു ബൊക്കെ ടൈപ്പിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ നടുവിലേക്ക് ഒരു ബോ കൂടെ വെച്ച് കൊടുക്കണം. ഇത് ഞാൻ വരച്ച് കളർ ചെയ്തെടുത്താൽ കേട്ടോ. ഇനി നമുക്ക് ഓരോ ഐറ്റംസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് ജേർണൽ സപ്ലൈസ് ഒക്കെ ഉണ്ടാക്കിയപ്പോൾ സ്റ്റാമ്പ്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിലൊരു സ്റ്റാമ്പ് എടുത്ത് അതിൻ്റെ ഒരു ടോപ്പിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 വാഷി ടേപ്പ് എടുത്ത് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് കളർ വേണേലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ജേർണൽ എന്നുള്ളതിൻ്റെ ഓരോ ലെറ്റേഴ്സും ഞാനൊരു സർക്കിളായിട്ട് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോ ജേർണലിംഗ് ഒക്കെ പതിയെ ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ബുക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ബൈ.